Hi everyone, it's me Rahul. Welcome to Mind and FX my YouTube channel. So നമുക്ക് നാളെ ഫ്രൈഡേ ദ ലാസ്റ്റ് ഡേ നാളത്തെ വീക്ക്ലി അനാലിസിസിലോട്ട് ഡേ അനാലിസിസിലോട്ട് പോകാം. അതിനു മുന്നേ ലാസ്റ്റ് ഡേയിൽ നടന്ന നമുക്ക് ജസ്റ്റ് ചാർട്ടിനെ ഒന്ന് ടെക്നിക്കലി ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ആദ്യം പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, സോ ഞാൻ ലെവൽസ് എല്ലാം ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം കുറച്ച് നാളായിട്ട്, അതായത് നമ്മുടെ നിഫ്റ്റി ലോങ് ടൈം മീൻസ് ഒരു 1-2-3 വീക്സ് ആയിട്ട് നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നത് ഈ 23,200 ആൻഡ് 23,800 ഈ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാണാൻ കഴിയും, ഏകദേശം മെയ് മാസം മൊത്തം ഇവിടെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, മെയ് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഏകദേശം ഈ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് 23,800 എന്ന് പറഞ്ഞ ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി മുകളിലോട്ട് കയറി 23,800 മുകളിൽ കയറി ആൻഡ് 23,900 ആ റേഞ്ചിൽ, ആ 100 പോയിൻറ്റ്സ് റേഞ്ചിൽ നിഫ്റ്റി ട്രേഡ് ചെയ്തു. ഓക്കെ, സോ ഈ 23,800 മുകളിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ നിഫ്റ്റിയുടെ മെയിൻ റെസിസ്റ്റൻസ് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 24,000 ആണ്. 24,000 ഈസ് എ മെയിൻ റെസിസ്റ്റൻസ്. അതൊരു സൈക്കോളജിക്കൽ നമ്പർ കൂടെ ആയതുകൊണ്ട് തന്നെ അതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് 1 അവറിലോട്ട് പോയിട്ട് ചാർട്ടിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ 1 അവറിൽ ഞാൻ ഈ ചാർട്ട് ആക്കി കഴിയുമ്പോൾ നമുക്ക് ആ ക്ലിയർ ആയ വ്യൂ കിട്ടും. അല്ല, ഇതൊരു മേജർ ഡിമാൻഡ് സോൺ ആയിരുന്നു. ആൻഡ് ഈ ഒരു ഏരിയ 23,800 അല്ലെങ്കിൽ ചെറിയ 50 പോയിൻറ്റ്സ്, ഈ ഒരു സോൺ ഇതൊരു മേജർ സപ്ലൈ സോൺ ആയിരുന്നു. മാർക്കറ്റ് മുകളിൽ പോകുന്നു, അവിടുന്ന് സെല്ലർ ആക്റ്റീവ് ആവുന്നു, താഴോട്ട് വരുന്നു, വീണ്ടും ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് മുകളിൽ പോകുന്നു, ആ ഒരു സോണിൽ നിന്ന് സെല്ലർ ആക്റ്റീവ് ചെയ്യുന്നു, താഴോട്ട് വരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആ റേഞ്ചിൽ ട്രേഡ് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത്. സോ ഒബ്വിയസ്ലി 24,000 അവിടെ ഒരു എന്തായി മാറിയിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നിഫ്റ്റി 24,000 വരെ പോയി, അവിടുന്ന് വീണ്ടും താഴെ വന്നു. സോ താഴോട്ട് വരുമ്പം നമുക്ക് മുന്നേ, അതായത് ആദ്യം മേജർ റെസിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയ, അതായത് ഞാൻ കാണിച്ചു തരാം, ഈ ഒരു ഏരിയ നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, സോ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്, അതായത് മുന്നേ റെസിസ്റ്റൻസ് ആയത് അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, സപ്പോർട്ടായിട്ട് മാറും. അതായത് ചേഞ്ച് ഇൻ പൊളാരിറ്റി. ഓക്കെ, ചേഞ്ച് ഇൻ പൊളാരിറ്റി. സോ ഇപ്പം അത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഏകദേശം ഈ ഒരു സപ്പോർട്ടിൻ്റെ ഏകദേശം അടുത്താണ്, ഒരു 100 പോയിൻറ്റ്സ് അടുത്താണ്. സോ ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൻ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്യുമ്പം നമുക്ക് ഇവിടുന്ന് ലോങ് പോകാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് ആ ഒരു മേജർ റെസിസ്റ്റൻസ് ഒബ്വിയസ്ലി ഇനിയൊരു സപ്പോർട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു ലോങ്, ഒരു ഷോർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഷോർട്ട് നമുക്ക് കോൺഫിഡൻറ്റിൽ ചെയ്യണമെങ്കിൽ 23,800 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, 23,800 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ബയ്യറിന്. ഓക്കെ, 23,800 താഴെ മാർക്കറ്റ് വന്നാൽ മാത്രമേ നമ്മൾ ഒരു ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് ഇവിടുന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ചെയ്യാൻ വേണ്ടി, നോട്ട് എക്സ്പ്ലെയിനിങ് ഫോർ സ്കാൽപ്പിംഗ് അല്ല ഞാൻ പറയുന്നത് ഒരു ഡയറക്ഷണൽ ട്രേഡ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ 23,800 താഴെ മാർക്കറ്റ് വരണം. സോ 23,800 മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നവരെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, ഈ ഒരു സപ്പോർട്ടിലെത്തുമ്പോൾ നമുക്ക് വീണ്ടും ലോങ് പോകാം. സോ ഞാൻ സ്റ്റിൽ ലോങ് ആണ്. സോ 23,800 ഞാനൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കും. ആൻഡ് നെക്സ്റ്റ് സപ്ലൈ എവിടെയാണ്, 24,000, 24,000 ഈസ് മൈ സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, സോ മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നതെങ്കിൽ ഈ 23,800 താഴെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൽ ഓൺ ദ റൈസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നതെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഇവിടെ നമുക്ക് ഷോർട്ട് ചെയ്യാം, സെൽ ഓൺ ദ റൈസ്. ഓക്കെ, സോ ഇതിൻ്റെ താഴെ വന്നാൽ ഒബ്വിയസ്ലി ഇതെന്തായിട്ട് മാറും, വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് മാറും, വീണ്ടും മാർക്കറ്റ് ആ റേഞ്ചിലോട്ട് പോകും. സോ നമുക്ക് സെൽ ഓൺ ദ റൈസ്. ഓക്കെ, സോ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ 23,800 ഉള്ളിൽ തന്നെയാണ് ഗ്യാപ്പ് ഡൗണിൽ വീഴുന്നതെങ്കിൽ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. ഓക്കെ, എന്താണ് ബൈ ഓൺ ദ ഡിപ്പ്? സോ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ്, അത് 23,800 ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ഓൺ ദ ഡിപ്പ്. അതല്ല 23,800 താഴെ പോയിട്ടുണ്ടെങ്കിൽ സെൽ ഓൺ ദ റൈസ്. സോ ഇത് രണ്ടാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. സോ നമുക്ക്
ഇവിടുന്ന് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ദിസ് ഇസ് ഷോർട്ട് ട്രേഡ്. സോ ഇത് നമ്മുടെ ഷോർട്ട് ട്രേഡ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഷോർട്ട് ട്രേഡ് ആയിരിക്കും. മാർക്കറ്റ് ഇവിടെയാണ്, ഇതിനുള്ളിലാണ് ഗ്യാപ്പ് ഡൗൺ വീഴുന്നതെങ്കിൽ നമ്മൾ ചെറിയൊരു റിസ്കിൽ ഇവിടുന്ന് ഇത് നമ്മുടെ ലോങ് ട്രേഡും ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ലോങ് ട്രേഡും ആയിരിക്കും. സോ ഇതാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, സോ നാളെ നമ്മുടെ ലാസ്റ്റ് വീക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ സ്വിംഗ് സ്റ്റോക്സും നല്ല സൂപ്പറായിട്ട് ആക്റ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബജാജ് ഓട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബജാജ് ഓട്ടോ നമ്മൾ ഈ റേഞ്ചിൽ നിന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ബജാജ് ഓട്ടോ ഇൻ എ ഡേ ഐ തിങ്ക് ഒരു 100 points 215 points ആണ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബജാജ് ഓട്ടോ. ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കറക്റ്റ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 215 points ബജാജ് ഓട്ടോ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനർജി സൊല്യൂഷൻസ്, അദാനി എനർജി സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം ഈ റേഞ്ചിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ലപോലെ ഏകദേശം ഒരു 100 points അത് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇതേപോലത്തെ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. സോ നിഫ്റ്റിയുടെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിഫ്റ്റി 23,800 അബോവ് ബൈ ഓൺ ദ ഡീപ്പ്, 23,800 ബിലോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സെൽ ഓൺ ദ റൈസ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ബൈ ഓൺ ദ ഡീപ്പ് നമ്മൾ ബൈ ആണ്. ഓക്കെ, ബൈ എപ്പോഴാണ് ഓർക്കണം, 23,800 മുകളിൽ 23,800 താഴെ സ്ലിപ്പ് ആവുകയാണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം വീണ്ടും നമ്മുടെ ആ സെല്ലിംഗ് റേഞ്ചിലോട്ട് മാർക്കറ്റ് വീണു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.